ലൈവ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നിയത് അനുമോള് ജിസേലിനെ അടിച്ചു എന്നുള്ളതാണ്. സോ എപ്പിസോഡിൽ ഇപ്പോൾ അത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അടിച്ചതല്ല, കൈ ഇങ്ങനെ പിടിച്ച് മാറ്റുന്നതാണ്. ആ ഒരു സമയത്ത് നമ്മൾ ബാക്ക് സൈഡിൽ നിന്ന് ക്യാമറ നോക്കുമ്പോൾ ആ ഒരു ക്യാമറ ആംഗിളിലൂടെ നോക്കുമ്പോഴാണ് അടിച്ചു എന്ന് തോന്നുന്നത്. ശരിക്കും ജിസേലിനെ അനുമോൾ അങ്ങനെ അടിച്ചതല്ല. എന്നാൽ കുറച്ചധികം പരിധി വിട്ട് അവിടേക്ക് പോയി വഴക്കിട്ടു എന്നുള്ളത് ശരിയാണ്. അവരുടെ ദേഹത്ത് തൊട്ടു എന്നുള്ളതും ശരിയാണ്. പിടിച്ചിങ്ങനെ മാറ്റിയതായിട്ടാണ്, കൈ കൊണ്ട് പിടിക്കുന്ന നമുക്ക് കാണാം, പിടിച്ച് മാറ്റിയതായിട്ടാണ് കാണുന്നത്. ഇതൊരു വലിയ ഫിസിക്കൽ അസോൾട്ട് ഒന്നും അല്ല, അതുകൊണ്ടായിരിക്കാം ബിഗ് ബോസും അതിന് വലിയ ഗൗരവം കൊടുക്കാത്തത്. പക്ഷെ മിക്കവാറും ഇതൊരു വാണിംഗ് അനുവിന് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ചെയ്യരുത് എന്ന് ചിലപ്പോൾ ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ പറയും. കാരണം ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ നിയന്ത്രിച്ചേ മതിയാവുള്ളൂ. പക്ഷെ ഇത് അടിച്ചു എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് അവിടെ നടക്കുന്നത്. ഇന്നത്തെ ഈ ഒരു വഴക്കിൽ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. അതായത് ഈ അനുമോള് രാവിലെ തന്നെ കിച്ചൺ ഏരിയയിൽ എത്തിയപ്പോൾ തന്നെ അനുമോള് കള്ളിയാണെന്നുള്ള രീതിയിൽ, എന്തോ മോഷ്ടിക്കാൻ വന്നു എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ വെച്ച് ഇതേ ജിസേൽ പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ അപ്പം തന്നെ കയറി ചൂടാവുന്നുണ്ട്. ഈ ഫുഡിന്റെ കാര്യത്തിൽ കള്ളിയാക്കുക എന്ന് പറയുന്നത് ഭയങ്കര മോശമാണ്. അപ്പോൾ അതിനുശേഷം ഇന്ന് വൈകിട്ട് ആ ഒരു ജയിൽ ടാസ്കിന് ശേഷം വീണ്ടും ഈ ഫുഡ് അടിച്ചു മാറ്റി അല്ലെങ്കിൽ മോഷ്ടിച്ചു കള്ളിയാണ് എന്ന രീതിയിൽ ജിസേൽ പറഞ്ഞതാണ് പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായത്. ജിസേൽ അവിടെ ഈ മോഷണം നടത്തുന്നുണ്ട് എന്നുള്ളതും ജിസേൽ അവിടെ പലരുടെയും സാധനങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ട് മേക്കപ്പ് ഉൾപ്പെടെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതും അവിടെ വലിയ രീതിയിൽ ഒരു ചർച്ചയാവുകയും അത് പുറത്തു കൊണ്ടുവരുന്നതിൽ അനുമോൾ ഒരു പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ അനുമോളെ ബ്ലെയിം ചെയ്യാനായിട്ട്, അനുമോളും കള്ളിയാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് ജിസേലും നടത്തിയത്. ജിസേൽ അങ്ങനെ കൊടൂരമായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് സംഭവിച്ചു പോകുന്നതാണ് ഈ സംഭവങ്ങൾ. എന്തായാലും ജിസേൽ നിയമം ലംഘിച്ചു എന്നുള്ളത് ശരിയാണ്. കാരണം ബിഗ് ബോസ് പലതവണ വാൺ ചെയ്തിട്ടും അവരത് വീണ്ടും തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്നു. അതാണ് അവർ ചെയ്തൊരു മിസ്റ്റേക്ക്. രണ്ടാമത്, അനുമോള് ചെയ്യാത്തൊരു കാര്യത്തിന് അവരെ ബ്ലെയിം ചെയ്യേണ്ട കാര്യമില്ല. 2 തവണയാണ് ജിസേല് അങ്ങോട്ട് പറഞ്ഞത് കുറച്ച് കൂടിപ്പോയത്. ഒന്ന്, ഹൈറ്റിന്റെ കാര്യം പറഞ്ഞത് ഒരല്പം കൂടിപ്പോയി. 2, ഇപ്പോൾ അവർ ചെയ്യാത്ത കുറ്റത്തിന് അവരെ കള്ളിയാക്കുക എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഫുഡിന്റെ കാര്യത്തിൽ ഇത് പറയുമ്പോൾ അനുമോളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് പറയാതെ പോകുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല. 2 ദിവസം മുമ്പ് അനുമോളും പറഞ്ഞു ജിസേൽ ആ തുണി വലിച്ചു കീറിയതായിരിക്കും എന്ന് അനുമോളും പറഞ്ഞു. ആ സമയത്ത് നമ്മൾ അനുമോളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത്. കാരണം അനുമോള് കാണാതെ എങ്ങനെ പറയാൻ പറ്റും അത് വലിച്ചു കീറി എന്നുള്ളത്? അപ്പൊ അത് ശരിയല്ല. പക്ഷേ ഈ ജിസേൽ ഇത് തിരിച്ചു പറയുമ്പോൾ അത് കുറച്ചും കൂടെ അതിന്റെ ഗ്രാവിറ്റി മാറുകയാണ്. ഇപ്പൊ അനുമോൾ ഒരു തുണിയുടെ കാര്യത്തിൽ പറഞ്ഞു, ജിസേൽ അത് പറയുന്നത് ഫുഡിന്റെ കാര്യത്തിലാണ്. അപ്പൊ അത് കുറച്ചും കൂടെ ആൾക്കാർക്ക് ഭയങ്കര ഫീൽ ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ അതാണ് ഇവിടെ ഇന്ന് സംഭവിച്ചത്. ഈ അനുമോള് ഇത്രയും ഇമോഷണൽ ആയതും ഇതുകൊണ്ടാണ്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കണ്ടവർ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ.